കേരളത്തിന്റെ തെരുവീഥികളിൽ മുദ്രാവാക്യങ്ങളാൽ അഭിസംബോധന ചെയ്യപ്പെട്ട നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ. അന്ത്യയാത്രയിലും വി എസിന് മാത്രം അവകാശപ്പെട്ട മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഒരു നോക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി സഖാക്കൾ ഒഴുകിയെത്തിയത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വേലിക്കകത്ത് വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയിലുമൊക്കെ ആ മുദ്രാവാക്യത്തിന്റെ ശൗര്യമാണ് ഇരച്ചു കയറിയത്. മുഷ്ടി ചുരുട്ടി തൊണ്ട പൊട്ടി മനുഷ്യർ മുദ്രാവാക്യം വിളിച്ചു. നെഞ്ചുപൊട്ടിയും വാക്കുകൾ ഇടറിയും ആയിരക്കണക്കിന് ആളുകൾ അത് വിലാപമായി ഏറ്റുവിളിക്കുന്നു. മുദ്രാവാക്യങ്ങളിലൂടെ അഭിസംബോധന ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് വി എസ്. അതുകൊണ്ടാണല്ലോ കണ്ണേ കരളേ എന്ന 2 വാക്കിനൊപ്പം വി എസ് എന്ന 2 അക്ഷരം ചേർക്കാതെ ആ വാചകം പൂർണ്ണമാകാത്തത്. വി എസിനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ലെഗസിയാണിത്. വി എസ് സഖാക്കളുടെ ചങ്കുകളിലെ റോസാപ്പൂവാണ്. വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സമരങ്ങളെ നയിച്ച പോരാളികളുടെ പോരാളിയാണ്. വി എസ് പങ്കെടുക്കുന്ന പാർട്ടി പൊതുപരിപാടികളിലെല്ലാം ഈ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടു. തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും വി എസിനെ CPM പോലൊരു കേഡർ പാർട്ടി തഴഞ്ഞപ്പോഴും തിരുത്തിയത് ജനങ്ങളാണ്. അവരേറ്റുവിളിച്ച ഈ മുദ്രാവാക്യങ്ങളാണ്. അന്ത്യയാത്രയിലും ആ സമര പോരാളിയെ സഖാക്കൾ മുദ്രാവാക്യങ്ങളാലുള്ള സ്നേഹവായ്പ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.